പണ്ടേക്ക് പണ്ടേ ഗുരുവായൂർ ദേവസ്വത്തിന് സ്വന്തമായി ആനകളും പൈക്കളും ഉണ്ടായിരുന്നു. ഈ 21-ാം നൂറ്റാണ്ടിലും അതിന് കുറവൊന്നുമില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗുരുവായൂരപ്പന് പ്രിയങ്കരനും കേരളമാകെ പ്രസിദ്ധനുമായിരുന്ന ആനയാണ് ഗുരുവായൂർ കേശവൻ. ആനപ്രേമികൾക്കിടയിൽ ഇന്നും കേശവന് സൂപ്പർ താര പരിവേഷമാണ്. നിലമ്പൂർ രാജകുടുംബത്തിന്റെ വകയായ നിലമ്പൂർ കാട്ടിൽ വെച്ചാണ് തീരെ കുഞ്ഞായിരുന്ന കേശവനെ വാരിക്കുഴിയിൽ നിന്ന് കിട്ടുന്നത്. അത് 1904. അന്നത്തെ കണക്കനുസരിച്ച് ഗുരുവായൂർ ദേവസ്വത്തിൽ ഉള്ളതിലും അധികം ആനകൾ നിലമ്പൂർ കോവിലകത്തുണ്ടായിരുന്നു. കോവിലകത്തുള്ളവരാണ് കേശവൻ എന്ന പേരിടുന്നത്. 1922 നിലമ്പൂർ കോവിലകത്തെ കേശവൻ എന്ന കുട്ടിക്കൊമ്പൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കപ്പെട്ടു. അന്നു മുതൽ അവൻ ഗുരുവായൂർ കേശവനായി. കുറുമ്പനായിരുന്നു കേശവൻ, പക്ഷെ ഒരിക്കലും അപകടകാരിയായിരുന്നില്ല. അവൻ ഗുരുവായൂരെത്തുമ്പോൾ അവിടുത്തെ ഗജപ്രമാണി പത്മനാഭൻ എന്ന ആനയായിരുന്നു. ലക്ഷണമൊത്ത ആന തന്നെയാണ് പത്മനാഭനും. അക്കാലത്ത് ഉത്സവങ്ങൾക്കും നിത്യശീവേലികൾക്കും ഗുരുവായൂരപ്പന്റെ തിടമ്പേറ്റിയിരുന്നതും അവനായിരുന്നു. കേരളത്തിലെ പ്രസിദ്ധമായ ഉത്സവങ്ങൾക്കെല്ലാം പത്മനാഭൻ തിടമ്പേറ്റി. പത്മനാഭന്റെ രീതികളും മറ്റുമാണ് പിന്നീട് കേശവൻ സ്വീകരിച്ചത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഗുരുവായൂരിൽ വന്ന കാലത്ത് പടുവികൃതിയായ കേശവനെ അമ്പലത്തിൽ ഒരു മണ്ഡലകാലം ഭജനമിരുത്തിയത്രേ. ആ മണ്ഡലത്തിന് ശേഷമാണ് കേശവന്റെ സവിശേഷമാർന്ന സ്വഭാവ ഗുണം തെളിഞ്ഞു വന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം പത്മനാഭൻ ചരിഞ്ഞതോടെ ആ സ്ഥാനത്തേക്ക് കേശവൻ കയറി വന്നു. ഗുരുവായൂരപ്പന്റെ തിടമ്പ് മാത്രമാണ് കേശവൻ മുൻകാലിലൂടെ കയറ്റാൻ അനുവദിച്ചിരുന്നത്. തിടമ്പേറ്റിക്കഴിഞ്ഞാൽ പാപ്പാന്റെ നിർദ്ദേശം കൂടാതെ തന്നെ സ്വയം തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കേശവന്റെ രീതി എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. കേശവനിലും ഉയരം കൂടിയ ആനകൾ അക്കാലത്തുണ്ടായിരുന്നു. എന്നാൽ തിടമ്പേറ്റിയ കേശവന്റെ തലയെടുപ്പ് മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. ഏതുത്സവത്തിന് പോയാലും തിടമ്പേറ്റാനുള്ള അവകാശം തനിക്കാണെന്ന മട്ടിലായിരുന്നു അവന്റെ പെരുമാറ്റം. ഗുരുവായൂരിലെ ശിവേലികൾക്ക് സമയമാകുമ്പോൾ സാമൂതിരിപ്പറമ്പിൽ നിന്ന് സ്വയമേവ ക്ഷേത്രത്തിലേക്ക് പലപ്പോഴും തനിയെ നടന്നു പോകുന്ന കേശവൻ ഭക്തർക്ക് അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു. തനിയെ പോകുമ്പോൾ പോലും വഴിയിൽ ആരെയും ഉപദ്രവിക്കുകയോ പേടിപ്പിക്കുകയോ ചെയ്യുന്ന ശീലം അവനില്ലായിരുന്നു. മതപ്പാട് കാലങ്ങളിൽ കേശവനെ പോലെ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്ന മറ്റൊരാനയെയും കേരളം കണ്ടിട്ടില്ല. ഒരിക്കൽ മതമിളകി ഓടുമ്പോൾ വൈകുന്നേരം 4 മണി നേരത്ത് സ്കൂളിൽ നിന്ന് കൂട്ടമായി മടങ്ങുന്ന കുട്ടികളെ കണ്ട് അവർക്ക് പോകാൻ പാതയോരത്തേക്ക് മാറി സ്വയം ഒതുങ്ങി നിന്ന ചരിത്രമുണ്ട് കേശവന്. അങ്ങനെയുള്ള ഒരു ആനയെ ആളുകൾ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലല്ലേ അത്ഭുതം. ആനകളും അമ്പലങ്ങളും കേരളത്തിൽ അനവധിയുണ്ട്. എന്നാൽ ഒരു ആനയും അമ്പലവും തമ്മിൽ അത്രമേൽ ആത്മബന്ധം ഉണ്ടായിരുന്നത് അത്യപൂർവമായ സംഭവം തന്നെയാണെന്നും. അതുതന്നെയാണ് കേശവനെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ചേർത്തു നിർത്തുന്നതും. 1922 മുതൽ 1976 വരെ നീണ്ട 54 വർഷങ്ങൾ കേശവൻ ഗുരുവായൂരപ്പനെ സേവിച്ചു. 72 കേശവന്റെ 50 വർഷം പൂർത്തിയായ സ്തുത്യർഹ സേവനത്തിന് ഗജരാജപട്ടം നൽകിയാണ് ദേവസ്വം ആദരിച്ചത്. 60 വയസ്സു പിന്നിട്ടതോടെ തന്നെ കേശവന് വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ കണ്ടു തുടങ്ങിയിരുന്നു. 1976 ഗുരുവായൂർ ഏകാദശി പ്രമാണിച്ചുള്ള നവമി വിളക്ക് ദിവസം വല്ലാത്ത തളർച്ച കേശവനെ ബാധിച്ചു. അതും ശിവേലിക്ക് തിടമ്പേറ്റി നിൽക്കുന്ന സമയത്ത്. ആദ്യമായാണ് ശിവേലി പൂർത്തിയാകും മുൻപ് കേശവന്റെ പുറത്തു നിന്ന് തിടമ്പ് മാറ്റുന്നത്. മറ്റൊരു ആനയിലേക്ക് മാറ്റി ശിവേലി തുടർന്നു. കേശവനെ പറഞ്ഞയച്ചു. പോകും മുമ്പ് ശിവേലികളുടെ അവസാനം ചെയ്യുന്നത് പോലെ കേശവൻ ഗുരുവായൂരപ്പനെ തൊഴുതു. അതായിരുന്നു കേശവന്റെ അവസാന ക്ഷേത്ര ദർശനം. 1975 സൗകര്യങ്ങൾ കണക്കിലെടുത്ത് പുന്നത്തൂർ കോട്ടയിലേക്ക് ദേവസ്വം ആനത്താവളം മാറ്റി സ്ഥാപിച്ചിരുന്നു. എങ്കിലും കേശവന്റെ ക്ഷീണം കണക്കിലെടുത്ത് അവന്റെ ജീവിതത്തിന്റെ വലിയ പങ്കും താമസിച്ച ക്ഷേത്രത്തിന് സമീപമുള്ള സാമൂതിരിപ്പറമ്പിൽ തന്നെ അവനെ പാർപ്പിച്ചു. തീർത്തും അവശനായി 2 നാൾ അവിടെ കഴിഞ്ഞു. 76 ഡിസംബർ 2 ഗുരുവായൂർ ഏകാദശി ദിവസം പുലർച്ചെ കേശവൻ എന്ന ഗുരുവായൂരപ്പന്റെ ഇഷ്ടനായ ആന ചരിഞ്ഞു. വാർത്താവിനിമയ സൗകര്യങ്ങളോ ഗതാഗത സൗകര്യങ്ങളോ ഇന്നത്തെ അത്ര വികസിച്ചിട്ടില്ലാത്ത ആ 70കളിൽ കേശവന്റെ വിയോഗമറിഞ്ഞ് ആയിരങ്ങൾ ഗുരുവായൂരിലേക്ക് ഒഴുകി. ക്ഷേത്രത്തിൽ കൂട്ടമണി മുഴക്കിയായിരുന്നു ദേവസ്വം പ്രദേശവാസികളെ ആ ദുഃഖവാർത്ത അറിയിച്ചത്. ക്ഷേത്രനഗരത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമായ ഗുരുവായൂർ ഏകാദശിക്ക് വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു.
എങ്കിലും കേശവന്റെ വിയോഗത്തിൽ അനുശോചനം ആചരിച്ചുകൊണ്ട് 76-ലെ ഗുരുവായൂർ ഏകാദശി ആഘോഷങ്ങളില്ലാതെ നാമമാത്രമായി നടത്തുകയാണ് ചെയ്തത്. ക്ഷേത്രത്തിന് അഭിമുഖമായി നമസ്കരിച്ച് കിടക്കുന്ന പോലെയുള്ള കേശവന്റെ ഭൗതിക ശരീരം കണ്ട് അവനെ സ്നേഹിച്ച ആയിരങ്ങൾ കണ്ണീർ വാർത്തു. ചരിത്രത്തിൽ തന്നെ സർവ്വ ആചാരങ്ങളോടും സർവ്വ ബഹുമതികളോടും കൂടിയാണ് കേശവൻ അന്ത്യാഞ്ജലി അർപ്പിച്ചതും അവനെ സംസ്കരിച്ചതും. അടക്കം ചെയ്യുന്നതാണ് കീഴ്വഴക്കം. പക്ഷേ കേശവനെ ദഹിപ്പിക്കുകയാണ് ചെയ്തത്. ഗുരുവായൂരിലെ ചുറ്റമ്പലത്തിന്റെ വലിയ വാതിലിന്റെ മേൽപ്പടിയിൽ സ്വർണം കെട്ടി കേശവന്റെ കൊമ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നു. സാമൂതിരിപ്പറമ്പിൽ കേശവൻ ചരിഞ്ഞ സ്ഥലത്ത് അവന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ ഗുരുവായൂർ ഏകാദശികളിലും അവന്റെ ചരമവാർഷികം കൂടി ദേവസ്വം സംഘടിപ്പിക്കാറുണ്ട്. ആനത്താവളത്തിലെ ആനകളെ കൊണ്ടുവന്ന് ആദരാഞ്ജലി അർപ്പിക്കുന്നത് പതിവാണ്. മനുഷ്യനല്ലാത്ത ഒരു ജീവിയുടെ ഓർമ്മദിനം ആഘോഷിക്കുന്നത് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം. ചരിത്രത്തിൽ കേശവനെ പോലെ ഒരു ആനയെ കുറിച്ചും ഇത്രമാത്രം വൈകാരികമായ രേഖപ്പെടുത്തലുകൾ കാണാൻ കഴിയില്ല. ഗുരുവായൂർ ഏകാദശി വർഷത്തിൽ സ്വർഗവാതിൽ തുറക്കുന്ന ദിവസമാണെന്നാണ് ഐതിഹ്യം. ഗുരുവായൂരപ്പൻ തന്നെ തുറന്നുകൊടുത്ത സ്വർഗവാതിലിലൂടെ കേശവന്റെ സ്വർഗാരോഹണമുണ്ടായി എന്നാണ് ഭക്തരുടെ വിശ്വാസം. ആ അപൂർവ ജന്മത്തെ ഓർക്കുമ്പോൾ അതിലും അത്ഭുതമൊന്നുമില്ല. ഗുരുവായൂരിൽ എത്തുന്ന ഏതൊരാളും കേശവനെ അറിയാതെ കടന്നു പോകില്ല, ഉറപ്പ്.